നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കാണാനില്ല. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ ഞങ്ങൾ വീഡിയോ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഒന്ന് പോകുന്നത് ഡൽഹിയിലേക്കാണ്. അതും ഭുവനേശ്വർ വഴി ഡൽഹിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. രാവിലെ നേരെ KSRTC സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കൊച്ചിക്കുള്ള ബസ് കയറി. അവിടെ എത്തിയതിന് ശേഷം ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ 2 ഓട്ടോ ആയിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഫാമിലി മൊത്തമായിട്ടുള്ള ഒരു യാത്രയാണിത്. ഒരു അടിപൊളി യാത്ര എന്ന് തന്നെ പറയാം. എല്ലാവരും കൂടെ പോകുമ്പം അതൊരു പ്രത്യേക രസമാണല്ലോ. അതായത് അനിയൻ്റെ വൈഫുണ്ട്, കുട്ടികളുണ്ട്, ഞാനും കുട്ടികളും, പിന്നെ എൻ്റെ നാത്തൂന് മകള് എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും എല്ലാവരും കൂടെ അടങ്ങുന്ന ഒരു ഫുൾ ഫാമിലി ട്രിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഡൽഹിയിലാണല്ലോ അവരെല്ലാവരും. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ മതി, ഷംസുക്കായും ഒരനിയനും എല്ലാവരും ഡൽഹിയിലാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെയും കൂട്ടി ഡൽഹിയിലേക്കാണ് കേട്ടോ. അപ്പം ഡൽഹിയിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ചാൽ നമ്മൾ ആരും എപ്പോഴും പോകാത്തൊരു സ്ഥലമാണ് ഭുവനേശ്വർ. ആ വഴിയിലെ ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. ഒന്നുമില്ല, അവിടുത്തെ എയർപോർട്ടൊക്കെ ഒന്ന് കാണാം, അവിടുത്തെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് അറിയാമെന്നുള്ളതില്ല. അപ്പം ഭുവനേശ്വർ വഴിയാണ് നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നത്. കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ടാണ് പോകുന്നത്. മക്കളൊക്കെ നല്ല ആകാംക്ഷയിലാണ്. പോകുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതും എല്ലാവരും കൂടെ അവരുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പം അവർക്ക് കളിച്ച് ആഘോഷിച്ച് അവർക്ക് എന്താ പറയുക, മോള് അതേ പ്രായത്തിലാണ് അനിയൻ്റെ മോള്. അപ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷത്തിലാണ് എല്ലാവരും. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വീഡിയോ വരാത്തത് ഇക്കാക്ക നമ്മുടെ ഷംസുക്ക വരുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ പോകാറുണ്ട്. എങ്കിൽ കൂടി നമുക്ക് അവിടെ വീഡിയോ എടുക്കാനൊന്നും ഒരു സാഹചര്യം കിട്ടാറില്ല. ഇനി നമ്മൾ എന്തായാലും നമ്മൾ ഫാമിലി ഫുള്ളായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും. അതെന്തായാലും നിങ്ങളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കാരണം ഡൽഹിയെക്കുറിച്ച് അറിയാനും ഡൽഹി അവിടുത്തെ മാർക്കുകൾ ഒട്ടനവധി അനേകം മാർക്കറ്റുകളുള്ള ഒരു സ്ഥലമാണല്ലോ നമ്മളെ ഡൽഹി. എല്ലാവർക്കും പോകാനും വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും, അതുപോലെ എന്തൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഹോൾസെയിൽ മാർക്കറ്റൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു അനേകം കാണാനുള്ള കാഴ്ചകളുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മളെ ഡൽഹി. അപ്പോൾ അവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്ത് പോകുന്നത് അവിടുത്തെ ഡെയിലി ആയിട്ടുള്ള വ്ളോഗ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവണം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുക. അപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഡെയിലി വ്ളോഗ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ അധിക ദിവസങ്ങളിലും വ്ളോഗ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിതാ ഭുവനേശ്വർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇറങ്ങി നമ്മളിതാ നേരെ എയർപോർട്ടിലെത്തി. ഇതാണ് നമ്മുടെ ഭുവനേശ്വർ എയർപോർട്ട് വരുന്നത്. അപ്പോൾ നല്ല എയർപോർട്ടാണ്, നല്ല സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് അവിടെ എത്തിയപ്പോഴേക്കന്നെ നല്ല വിശപ്പിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഫുഡൊക്കെ ഇവിടെ തന്നെ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ ഫുഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും പൊറാട്ടയും ചിക്കനും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിവിടെ വെയിറ്റിങ്ങിലായിരുന്നു. അന്നപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നു. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. അതിൽ കയറി യാത്ര ചെയ്ത് തുടങ്ങി ഡൽഹി എത്തി. അത് രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത്. രാവിലെ തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ ഡൽഹിയിലെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. അപ്പോൾ എല്ലാവരും കട്ടക്ക് കൂടെ തന്നെ നിൽക്കുമല്ലോ അല്ലേ.